ബി.ജെ.പി. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് മൂലം തിരുവനന്തപുരത്ത് ഒരാത്മഹത്യ. അതുകൂടാതെ നെടുമങ്ങാട് ഒരു ആത്മഹത്യാ ശ്രമം. തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തത് ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇപ്പോൾ അയാൾ മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാനൊരു ശ്രമമാണ്. അയാൾക്ക് ഈ അവിടുന്ന് ആ സ്ഥാനാർത്ഥിത്വം ലഭിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ആദ്യം. അയാൾ അങ്ങനെ കണക്ക് കൂട്ടി ഇരുന്നു. പക്ഷേ സമയമായപ്പോൾ അയാളെ വെട്ടി ദൂരെ കളഞ്ഞിട്ട് വേറെ ഒരാളിനെ കയറ്റി. അയാൾക്കത് താങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അയാൾ അത് അവിടുത്തെ ശിവസേന നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശിവസേനയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് കൊടുത്തു, നോമിനേഷൻ കൊടുത്തു. ഇതിന് ചെയ്തതിന് ശേഷം ആണ് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്തതിന് കാരണം അയാൾ വിവരങ്ങളൊക്കെ കൊടുത്തു, അയാളുടെ കൂട്ടുകാർക്കൊക്കെ ആ മെസ്സേജൊക്കെ അയച്ചു. അതിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ അയാൾക്ക് സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. പല ഭാഗങ്ങളിൽ നിന്നും വലിയ സമ്മർദ്ദം വരുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം, അതാണല്ലോ സമ്മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾക്കത് താങ്ങാൻ പറ്റാതെ വന്ന അവസാനം അയാൾ തീരുമാനിച്ചത് അങ്ങ് ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ്. ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പം മനസ്സിലായ കാര്യങ്ങളെന്ന് പറയുന്നുണ്ടല്ലോ, അയാൾ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. അയാൾക്ക് ആകപ്പാടെയുള്ള ഒരു തകരാറെന്ന് പറയുന്നത് അയാൾ RSS പ്രവർത്തനമായി പോയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അയാൾ അത് തകരാറല്ല, ഒരു നല്ല സംഘടനയിൽ അയാൾക്ക് അതിനുവേണ്ടി തന്നെ അയാളങ്ങ് നടന്നു. ഇപ്പോൾ അയാൾ BJP കാരനല്ലെന്നും ഒരിക്കലും അയാൾ BJP കാരനല്ലെന്നും ഒക്കെ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ വിവരക്കേട് പറയുക എന്നുള്ളത് മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. അയാൾ ഒരു വലിയ സജീവ പ്രവർത്തനമായിരുന്നു BJPയുടെയും RSSൻ്റെയും. അത് ആ രീതിയിലാണ് അയാൾ പോയിക്കൊണ്ടിരുന്നത്. അയാളെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. മാത്രമല്ല അയാൾ ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളുണ്ടല്ലോ, അയാളുടെ വീട്ടുകാരുടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം മറന്നിട്ട് അയാൾ നാട്ടുകാരുടെ പ്രശ്നത്തിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ഇറങ്ങി കഴിയാമെന്ന് മാത്രമല്ല, ആ പിടിച്ചിടത്ത് അയാളതും കൊണ്ടേ വരുള്ളൂ. പിന്നെ ആ രീതിയിൽ അത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അയാൾ രാഷ്ട്രീയം എന്തോന്നോ ആവട്ടെ, അയാളൊരു വലിയൊരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു എന്നുള്ളത് ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അവിടെ അത്രത്തോളം നല്ല ആളുകൾക്ക് വേണ്ടി അത്രത്തോളം ഉത്സാഹിച്ച് എന്ത് പ്രവർത്തനങ്ങളും നടത്തുന്ന ആയിരുന്നു അയാൾ. പക്ഷെ അയാൾക്ക് ആ മത്സരിക്കാനുള്ള ഒരു സ്ഥാനം കിട്ടിയില്ല. അത് കാരണം അവസാനം മനംനൊന്ത് അയാൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല, ആരും ചെയ്യാനും പാടില്ല. എന്തിനാ അവനവൻ്റെ ജീവിതം കളയുന്നത്? ഈ പാർട്ടിക്ക് ഇതിനു വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു മെമ്പറായാൽ അതിൽ നിന്ന് കിട്ടുന്ന എന്താണ്? സേവനമല്ലേ ഉള്ളത്, സ്ഥാനമാനങ്ങളാണ്. ആൾക്ക് ഈ സ്ഥാനമാനങ്ങളെന്ന് പറയുന്നത് അതൊരു വലിയ ക്രൈസാണ്. ആൾക്ക് ഒരു ഭ്രാന്താണ് അതിന്. ചിലർക്ക് എന്നും സ്ഥാനങ്ങൾ എന്തെങ്കിലും കിട്ടിക്കൊണ്ടേയിരിക്കണം, എപ്പോഴും വേണം. അപ്പോൾ വന്ന് ഈ പാർട്ടിയിലല്ലെങ്കിൽ അടുത്ത പാർട്ടി, ആ രീതിയിൽ സ്ഥാനം വാങ്ങിയെടുക്കുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇഷ്ടംമാതിരി എത്ര നാൾ മരിക്കാറായി കഴിഞ്ഞാലും ഈ സ്ഥാനം വേണം, പണവും വേണം, ഇങ്ങനൊരു ധാരണയുണ്ട്. ഇങ്ങനെയുള്ളവരാണോ നമ്മളെയൊക്കെ നയിക്കാനും ഭരിക്കാനും ഉള്ളവർ എന്ന് നമുക്കൊരു ചിന്ത വന്നു പോകത്തില്ലേ? ഇവർക്ക് മനോദൗർബല്യം അയാൾക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ അയാൾക്ക് നിരാശയായിരുന്നു അയാൾക്ക് പ്രശ്നം. സമ്മർദ്ദം താങ്ങാനും പറ്റിയില്ല, അവസാനം അത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ വന്നാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. അല്ലാതെ അയാൾ ഒരു മനോരോഗിയൊന്നും ആയിരുന്നില്ല. അയാൾക്ക് അറിയാവുന്നവർക്കെല്ലാം അറിയാം, നാട്ടുകാർക്ക് വേണ്ടി കച്ച കിട്ടിയിറങ്ങുന്നതാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഏതായാലും അയാളുടെ വിയോഗം എന്ന് പറയുന്നത് ആ നാടിന് ഒരു വലിയ നഷ്ടം തന്നെയാണ്, സംശയമില്ല. ഇതുപോലാണ് നെടുമങ്ങാട് ശാലിനി എന്ന് പറയുന്ന ഒരു സഹോദരി കൈയുടെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഭർത്താവ് സമയത്ത് അത് കണ്ടതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയി 4 തുന്നലിടേണ്ടതായിട്ട് വന്നു. ഏതായാലും ആ തുന്നി കെട്ടി കൊണ്ടുവന്നു. ഇപ്പം വിശ്രമത്തിലാണ്. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ മഹിളാ യുവമോർച്ചയുടെ സെക്രട്ടറി എന്തോ ആണ്. അപ്പോൾ അവർ ഇതേപോലെ മത്സരിക്കാനായിട്ട് ശരിയായി നിന്നു. അവരുടെ പേരാണ് 1ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. സ്ഥാനാർത്ഥിയിലെ പരിഗണനയിൽ 1ാം നമ്പറായിട്ടുണ്ടായിരുന്നത് ശാലിനിയുടെ പേരാണ്. അതിനെ കുറച്ച് പേര് കയറി ഇടപെട്ടിട്ട്, നേതാക്കന്മാർ ഇടപെട്ടിട്ട് അതങ്ങ് വെട്ടിച്ചു. വേറെ ആളിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ശാലിനിക്ക് അത് താങ്ങാൻ പറ്റിയില്ല. അത് മാത്രമല്ല, പ്രശ്നം
ഇവരെക്കുറിച്ച്, ഈ ശാലിനിയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ വയ്യാത്ത വിധമാക്കി. ഇതാണ് അവരെ അവരുടെ അത്രത്തോളം വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കി. ആക്കിയപ്പോൾ വേറെ മാർഗമൊന്നും കണ്ടില്ല. അത് ആ ആ ആ സഹോദരി ആത്മഹത്യ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. ഈ ആത്മഹത്യയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊക്കെ ആത്മഹത്യ ചെയ്യാന്ന് പറയുന്നവരെ എന്ത് ചെയ്യാക്കും? എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഇതൊക്കെയാണോ എല്ലാം ജീവിതത്തിൽ? ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല, വേണ്ടെന്ന് വെക്കണം. പിന്നെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലൂടെ പിന്നെ പോരുത്, കാര്യം തീർന്നല്ലോ. എന്നെ വേണ്ടാത്തവരെ എനിക്ക് വേണ്ട എന്നങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ലല്ലോ. അതിന് പകരം സ്വന്തം ജീവൻ കളയുക, ആത്മഹത്യ ചെയ്ത് കുടുംബത്തിന് നഷ്ടം ഉണ്ടാക്കുക എന്നുള്ളതാണോ പ്രതിവിധി? ഒരിക്കലുമല്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പോകരുത്. ഈ ആത്മഹത്യ എന്ന് പറയുന്നതുകൊണ്ട് ഒരു പരിഹാരവും കിട്ടാൻ പോകുന്നില്ല ആർക്കും. ഇത് കുറേ നാൾ ഈ ആത്മഹത്യ ചെയ്ത് തൂങ്ങിച്ചാവുന്നവരെയോ ഞരമ്പ് മുറിക്കുന്നവരെയോ കുറച്ച് നാൾ ആളുകൾ ഓർത്തിരിക്കും. ഇന്നാര് മരിച്ചു എന്നും. ഇതൊക്കെ കുറച്ച് നാളേ ഉള്ളൂ. അത് കഴിഞ്ഞാലുണ്ടല്ലോ അതങ്ങ് മറന്നു പോകും. കാലയവനിയക്കുള്ളിൽ നിങ്ങളൊക്കെ മറക്കപ്പെട്ടവരായിട്ട് മാറും. എന്തിന് ഇതിനു വേണ്ടിയൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? ഇതുകൊണ്ട് എന്താ ഉള്ളത്? ആത്മഹത്യ ചെയ്തിട്ട് എന്താ? അതുകൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ? ചിന്തിക്കണം. ഈ യഥാർത്ഥത്തിൽ ഒരു നിമിഷത്തിൻ്റെ പ്രേരണയാണ് ഈ ആത്മഹത്യ. കുറെ കൂടെ ആ സമയത്ത് കുറെ കൂടെ ഒന്ന് ചിന്തിച്ചാലുണ്ടല്ലോ ഈ ആത്മഹത്യ അത് പിന്നെ നടക്കത്തില്ല, അതങ്ങ് മാറ്റും. ഈ ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം അങ്ങനെയാണ്, ആ രീതിയാണ്. യഥാർത്ഥത്തിൽ അവർ അല്പം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതൊന്ന് മാറി, ആ സമയം ഒന്ന് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ മരിക്കത്തില്ല, ആത്മഹത്യ ചെയ്യത്തില്ല. പക്ഷേ പലരെയും ജീവിതങ്ങൾ ഇതുപോലെ അവർ തന്നെത്താൻ നശിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഈ ആനന്ദ് തമ്പി എന്ന് പറയുന്ന ആനന്ദ് കെ തമ്പി, അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അതൊരു തീരാ നഷ്ടമാണ് അയാളുടെ വിയോഗം എന്ന് പറയുന്നത്. അയാൾ ആത്മഹത്യ ചെയ്തു. അയാൾക്ക് നിരാശാബോധവും അതുപോലെ തന്നെ സമ്മർദ്ദം താങ്ങാനും വയ്യാതെ വന്നതുകൊണ്ടാണ്. ഏതായാലും അതിനെക്കുറിച്ചൊക്കെ ശരിയായ രീതിയിൽ പോലീസ് അന്വേഷിക്കും എന്ന് നമുക്ക് കരുതാം. ഇതേപോലെ തന്നെ ഈ ശാലിനിയെ കുറിച്ച് മോശമായ രീതിയിൽ അപഖ്യാതികളൊക്കെ പറഞ്ഞ് അവരെ വെളിയിൽ ഇറങ്ങാൻ വയ്യാത്ത വിധത്തിലാക്കിയ ആളുകളുണ്ടല്ലോ, അവർ ചിന്തിക്കണം. ഒരു സ്ത്രീയെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുമ്പോൾ പലപ്പോഴും അവർക്കത് താങ്ങാൻ പറ്റത്തില്ല. അവർക്ക് ഈ രീതിയിൽ ഈ സമ്മർദ്ദങ്ങളൊന്നും താങ്ങാൻ ഒക്കുകയല്ല. അവർക്ക് വെളിയിലോട്ട് ഇറങ്ങി എങ്ങനെ നടക്കും, ഞാൻ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും, എന്നെക്കുറിച്ച് ഇങ്ങനല്ലേ പറഞ്ഞത് എന്ന് ഉള്ള ഒരു ധാരണ വരും. പിന്നെ ഈ മത്സരിക്കാൻ ഇറങ്ങുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പണ്ട് എനിക്കറിയാം ഒരു ജഡ്ജി തന്നെ അവസാനം റിട്ടയർ ചെയ്തതിന് ശേഷം മത്സരരംഗത്തിറങ്ങി അത് തോറ്റുപോയി, മത്സരിച്ച് തോറ്റു. പക്ഷേ സംഭവിച്ച അതൊന്നും അല്ല. അദ്ദേഹം എന്നും പറയുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായ ഒരു ബുദ്ധിമുട്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ അങ്ങ് നടത്തി. അപ്പം നമ്മളിത് മത്സരിക്കാൻ കയറുന്നിരിക്കട്ടെ, ഈ എച്ചുകുഴി ചെന്നിരുന്നുകൊണ്ട് എച്ചിലല്ല തലയിൽ വീഴരുത് എന്ന് പറയുന്നത് പോലാണത്. നമ്മളെ ഒന്നും പറയരുതെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പൊതുരംഗത്തിറങ്ങി മത്സരിക്കാൻ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചരിത്രവും ഭൂമിയാത്രവും ഒക്കെ അന്വേഷിച്ച് തുറന്നെടുക്കും ഇവന്മാർ. എടുത്തിട്ട് ഉള്ള അപഖ്യാതികളും അനാവശ്യങ്ങളും മുഴുവൻ പറയും. ഉള്ളതോ ഇല്ലാത്തതോ ഒക്കെ അങ്ങ് വിളിച്ചു പറയും. നമ്മൾ അവസാനം എന്തു ചെയ്യും? അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞു, ഇതിന് തയ്യാറെടുത്ത് കച്ചകെട്ടി ഇറങ്ങുന്നവർ ഇങ്ങനെ ഒരു ചിന്ത വേണം. എല്ലാ അനാവശ്യങ്ങളും അവർ പറയും, എല്ലാം കാണിക്കും. അതൊക്കെ സഹിക്കാൻ തയ്യാറുള്ളവരെ ഈ രംഗത്തോട്ട് ഇറങ്ങാവൂ, ഇല്ലേ ഇറങ്ങരുത്. കാരണം ഇത് വളരെ അപകടം പിടിച്ച ഒരു മേഖലയാണ്. അത് രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ളതാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം രാഷ്ട്രീയക്കാരൻ എന്തും ആവാമല്ലോ, അവർ മേലങ്കി ഉള്ളവർക്ക് എന്തും ആവാമല്ലോ എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു മത്സര രംഗത്ത് ഇറങ്ങാൻ പോകുമ്പോൾ ഇതിൻ്റെ എല്ലാ വരും വരാഴികളും കണ്ടുകൊണ്ട് വേണം ഇറങ്ങാൻ. കാരണം നിങ്ങളുടെ അപ്പൂപ്പന്മാരുടെ പേര് വരെ ഇതിൽ അനാവശ്യങ്ങളിലേക്ക് വലിച്ചടിക്കും. ചിലപ്പോൾ എല്ലാ അപഖ്യാതിയും പറയും. അത് പേടിച്ച് ഒന്ന് അങ്ങനെ ഭയമുള്ളവർ ഇതിനിറങ്ങരുത്. അല്ലാതെ ജീവൻ കളയുകയല്ല വേണ്ടത്. എനിക്ക് ആ സഹോദരിയെടുത്ത് സഹതാപമേ ഉള്ളൂ.